അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞങ്ങളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വിത്ത് മീ അല്ല, വിത്ത് ഹർ. അന്ന് ഞങ്ങൾ കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഷൂട്ടാണ് ഇന്ന്. അപ്പൊ ഞാൻ ഷാലുവിനെ മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ഫസ്റ്റ് ഞങ്ങൾ ലെൻസ് വെക്കാൻ പോവാട്ടാ. എങ്ങനെ ഷാലു ലെൻസ് വെച്ചു. ഇപ്പൊ തന്നെ ഷാലിന്റെ ലുക്ക് മാറി. ഷാലിന് കണ്ണ് കാണില്ല. അപ്പൊ നമ്മളിനി ക്രിംബ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ ക്രിംബ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം, എന്നിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഐക്കോണിക്കിൻ്റെ ആണ് ക്രിംബർ. നമുക്ക് ക്രിംബ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ക്രിംബ് ചെയ്യൽ തുടങ്ങി. ക്രിംബിങ് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. കാരണം ഞാൻ ഫ്രണ്ട് പോർഷനിലും പിന്നെ ബാക്ക് ക്രൗൺ ഏരിയയിൽ മാത്രമേ ക്രിംബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് കഴിഞ്ഞു. സോ ഗൈസ് ക്രിംബിങ് കഴിഞ്ഞിരിക്കുന്നു. അതെ, ക്രിംബിങ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇട്ടാൻ പോവാണ്. എങ്ങനെ അറിയോ, മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മള് ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ മേക്കപ്പിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മൾ ഇത് ക്ലൻസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഷീറ്റ് മാസ്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. നമ്മൾ PSCയുടെ ബ്ലാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഗൈസ് നമുക്ക് തുടങ്ങാം. തുടങ്ങല്ലേ? എന്ത് കഥ മജാലുണ്ടാ? നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ്. മേക്കപ്പ് തുടങ്ങാം. നമ്മളിനി ഐലാഷ് വെക്കാൻ പോവാണ്. ഇപ്പം തന്നെ ലുക്ക് ഏകദേശം ചേഞ്ചായി. നമ്മൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫേസിലേക്ക് കടക്കാൻ പോവാണ്. 04 ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ പറഞ്ഞത് ഹുദയാണ്. ഹുദ ബ്യൂട്ടിയുടെ ചായ് ഷെയ്ഡാണ് ഷാലിനി ഞാൻ യൂസ് ചെയ്തത്. കുറച്ചുകൂടി അവർക്ക് ബ്രൈറ്റായിട്ട് തോന്നണം എന്ന് പറഞ്ഞതാണ് ഈ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തത്. ഹുദയുടെ കൂടെ ഞാൻ PSCയുടെ ഒരു HD ഫൗണ്ടേഷൻ യൂസ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒരു മാക്കിൻ്റെ സ്ട്രോബ് ക്രീമും ഈ 3 കൂട്ടാണ് മിക്സ് ചെയ്തത് ഞാൻ. ഇത് കണ്ടാരും പേടിക്കണ്ട. നമ്മളിനി അടുത്തത് ബ്ലഷാണ് ഇടാൻ പോകുന്നത്. ഈ റെവല്യൂഷൻ്റെയാണ് യൂസ് ചെയ്തത്. ബ്ലഷ് കണ്ടു ഗൈസ്. നെക്സ്റ്റ് സ്റ്റേജ് ഇത് നമ്മുടെ ഹൈലൈറ്റർ. ഇത് റെവല്യൂഷൻ്റെ ആണ്. നല്ല ഹൈലൈറ്റർ ആട്ടോ ഇത്. ഞാൻ റെവല്യൂഷൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യൽ. കൂടുതലും ബ്രൈറ്റ്സിന് ഞാൻ ഇതാണ് യൂസ് ചെയ്യൽ. കാരണം ഇത് ഭയങ്കര കവറേജ് ആണ്, പെട്ടെന്ന് സ്മഡ്ജ് ആവും. ഓക്കെ,
ഈ ഹൈലൈറ്റിൽ ഞാൻ എടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് റോസ് ഗോൾഡാണ്. റോസ് ഗോൾഡ് ഷെയ്ഡാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അത് നമ്മളെ ബ്ലഷിൻ്റെ കൂടെ മിങ്കിളായിട്ട് പോവും. അപ്പോൾ അത് നല്ലൊരു ഷെയ്ഡാണത്. അപ്പോൾ ഓൾമോസ്റ്റ് മേക്കപ്പ് ഡണ്ണാണ്. ഞാൻ ഐബ്രോസൊക്കെ ലൈറ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇനി ലിപ്സ്റ്റിക്ക്, മസ്കാര അങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. നമ്മളിനി ലിപ്പ് ലൈൻ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ ഷാല അപ്ലൈ ചെയ്തത്. ഇതൊരു ഡാർക്കിഷ് ലൈക്ക് ഒരു പിങ്കാണിത്, പിങ്ക് ഷെയ്ഡാണ്. അത് ആ ഫ്രോക്കിക്ക് മാച്ചായിട്ട് പോകുന്നൊരു ഷെയ്ഡായിരുന്നു, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്. നമ്മളുടെ ഡ്രസ്സ് ഇതാണ്. നിവർത്തു. അതാ ഗൈസ് ഷാലുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഞങ്ങൾ വരാം. നമ്മൾ ഹെയർ സ്റ്റൈൽ തുടങ്ങാൻ പോവാണ്. ഇതിന്റെ ഒറിജിനൽ മുടിയാണ്. ഞാൻ എടുത്ത് വെച്ചതാ. എന്റെ വെള്ളം കുറച്ചില്ല. ഇത് പിന്നെ ഹെയർ കേളാക്കാനുണ്ട്. അപ്പോൾ ഇത് മേക്കപ്പും ഹെയറും ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനി ഫ്രണ്ടിലത്തെ പോർഷൻ കേള് ഇത് ഇടാനേ ഉള്ളൂ. പിന്നെ സെറ്റിംഗ് സ്പ്രേ ചെയ്യാനുണ്ട്, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് സ്റ്റേജാണ് ക്രൗൺ. കാണൂല്ലേ? ഇവിടുന്ന് കാണാണ്ട്, വീഡിയോയിൽ കാണാനില്ല. ഞാൻ റെഡി ആയിരിക്കുന്നു. ഇത് ഞാനല്ല കേട്ടാ, ഇതൊന്നും ആക്കടി. ഷാലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇവിടെ ഓക്കെയാണ്. ഷാലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കമന്റ് ചെയ്യും. ഷാലിത് ശരിക്കും ഷാലിൽ ഇതല്ലല്ലേ, ഇത് സിമ്പിളല്ലേ? കുറച്ചുകൂടിയും ഞാൻ സിമ്പിളായി ചെയ്ത് കൊടുത്ത് ഗൈസ്. ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ. ഈ എന്താ ചെയ്തോ? ഞാൻ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.